പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെയാണ്. അദ്ദേഹം ചുമതലയേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മണ്ഡലകാലം കൂടിയാണ്. MG പ്രതീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, തുടരാം. പ്രതീഷ്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു. ഇനി ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ആഴിയിൽ അഗ്നി പകരുകയാണ്. ആഴിയിൽ അഗ്നി പകരുന്നതോടുകൂടി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിക്കും. അതിനുശേഷമായിരിക്കും തീർത്ഥാടകരെ, ഭക്തരെ 18-ാം പടി കയറ്റി അകത്തേക്ക് 18-ാം പടി കയറ്റി ശ്രീകോവിലേക്ക് വിടുന്നത്. നിയുക്ത മേൽശാന്തിമാർ ചുമതലയേൽക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാനിരിക്കുന്നത്. 6:30 അഭിഷേക ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഇരുമുടിക്കെട്ടേന്തിയ നിയുക്ത മേൽശാന്തിമാരായ ED പ്രസാദ് നമ്പൂതിരിയെയും MG മനു നമ്പൂതിരിയെയും ശബരിമല നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങി ആനയിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ശബരിമല മേൽശാന്തിയായ ED പ്രസാദിന്റെ സ്ഥാനാരോഹണം ശബരിമല ശ്രീകോവിലായിരിക്കും അഭിഷേകം നടക്കുന്നത്. മാളികപ്പുറത്ത് MG മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങുകൾ നടക്കും. വരുന്ന ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കാനുള്ള, അയ്യപ്പനെ സേവിക്കാനുള്ള ഒരു നിയോഗം ED പ്രസാദ് നമ്പൂതിരിക്കാണ്. ഇന്ന് രാത്രിയോടുകൂടിയാണ് നിലവിലെ മേൽശാന്തി പടിയിറങ്ങുന്നത്. പുറപ്പെടാ ശാന്തിയായി കഴിഞ്ഞ ഒരു വർഷക്കാലം ശബരിമലയിൽ അയ്യപ്പനെ സേവിച്ച ശേഷമാണ് അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിൽ നിന്ന് മടങ്ങുന്നത്. നേരത്തെ ഇന്ന് ഉച്ചയ്ക്ക് 24-നോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അത്തരത്തിൽ വലിയ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ശബരിമലയെ സംബന്ധിച്ച് ഉള്ളത്. രാവിലെ മുതൽ തന്നെ പമ്പയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരുന്നു. 11:30 പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റി തുടങ്ങി. ഇപ്പോൾ ഈ നടപ്പന്തലിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. തീർത്ഥാടകരെ അല്പസമയത്തിനകം കയറ്റിവിടും. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആഴിയിൽ അഗ്നി പകരുന്നതിനായി ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങുന്നതാണ്. ആഴിയിൽ അഗ്നി പകരുന്നതോടുകൂടി ഈ കൂടുതൽ തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് അയ്യപ്പ ദർശനത്തിനായി അനുവദിക്കും. ഒപ്പം നിയുക്ത മേൽശാന്തിമാരെ അല്പസമയത്തിനകം തന്നെ അരുൺകുമാർ നമ്പൂതിരി ആനയിച്ച് കൈപിടിച്ച് 18-ാം പടി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിൽ എത്തിയ ശേഷമായിരിക്കും ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. അഭിഷേക ചടങ്ങുകളാണ് സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ കൊടിമര ചുവട്ടിൽ 18-ാം പടി കയറിയെത്തുന്ന കൊടിമര ചുവട്ടിലുണ്ട്. ഇവരെല്ലാം തന്നെ പുതിയ മേൽശാന്തിമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അത്തരത്തിൽ വലിയ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ശബരിമലയെ സംബന്ധിച്ചുള്ളത്. കാരണം 41 ദിവസം വ്രതം നോറ്റ് അയ്യപ്പനെ കാണാൻ ഈ മല കയറി എത്തുന്ന തീർത്ഥാടകർ, അങ്ങനെ ആ 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താൻ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് നടപ്പന്തലിലുള്ളത്. അല്പസമയത്തിനകം തന്നെ നടപ്പന്തലിൽ നിന്നും തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കും. അങ്ങനെ അയ്യപ്പ ദർശനം നടത്തി തീർത്ഥാടകർക്ക് തിരികെ പമ്പയിലേക്ക് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഒരുക്കുക എന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് ഇക്കുറി ലക്ഷ്യമിട്ടിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നടപ്പന്തലിൽ ഈ തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ളം ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ സന്നിധാനത്ത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിലുണ്ട്. ഒപ്പം സുരക്ഷാ വിന്യാസം, പോലീസിന്റെ ഉൾപ്പെടെ വലിയ സുരക്ഷാ വിന്യാസം ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പമ്പയിൽ തുടങ്ങി ഈ സന്നിധാനത്തുൾപ്പെടെ ആയിരക്കണക്കിന് പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. പോലീസിനൊപ്പം മറ്റ് വിവിധ വകുപ്പുകളുടെയൊക്കെ തന്നെ ഏകോപനത്തോടു കൂടിയാണ് ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പുരോഗമിക്കുന്നത്. അങ്ങനെ എല്ലാ വകുപ്പുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിലാണ് ഇപ്പോൾ ശബരിമലയിൽ തുടക്കം ആയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിയുക്ത മേൽശാന്തിമാർ ഈ 18-ാം പടി കയറി മുകളിലേക്ക് വരും. അതിനുശേഷം അഭിഷേക ചടങ്ങുകൾ നടക്കും. ഈ നാളെ പുലർച്ചെ 3 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. നിയുക്ത ശബരിമല മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ആയിരിക്കും നാളെ പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറക്കുന്നത്. മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം സ്വദേശിയായ MG മനു നമ്പൂതിരിയാണ്. അദ്ദേഹവും ചുമതലയേൽക്കും. അങ്ങനെ മാളികപ്പുറത്തെയും ശബരിമലയെയും പൂജിക്കാൻ വരുന്ന ഒരു വർഷക്കാലം ഈ രണ്ടുപേരുമായിരിക്കും ഈ ശബരിമലയിൽ ഈ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തുക. അത്തരത്തിൽ ഒരു
ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങി ആഴിയിലേക്ക് അഗ്നി പകർന്നത്. ഇപ്പോൾ ആഴിയിൽ അഗ്നി പകർന്നിട്ടുണ്ട്. ഇനി തീർത്ഥാടകരെ അല്പസമയത്തിനകം തന്നെ ശബരിമല ശ്രീകോവിലേക്ക് 18-ാം പടി ചവിട്ടി ശ്രീകോവിലേക്ക് കടത്തിവിടുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൂടുതൽ തീർത്ഥാടകർ ഈ വർഷം എത്തും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഡിസംബർ ആദ്യ വാരം വരെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് എല്ലാം ബ്ലോക്കാണ്. കാരണം അത്രത്തോളം തീർത്ഥാടകർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തീർത്ഥാടക തിരക്ക് ഈ സീസണിൽ അനുഭവപ്പെടുമെന്നുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമുക്ക് 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അരുൺകുമാർ നമ്പൂതിരി ഉൾപ്പെടെ 18-ാം പടി കയറി ഇറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പുതിയ മേൽശാന്തിയായി ED പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി MG മനു നമ്പൂതിരിയെയും അരുൺകുമാർ നമ്പൂതിരി ആനയിച്ച് സോപാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിക്കാനുള്ള ആ ഒരു നിയോഗം ED പ്രസാദിനാണ്. അദ്ദേഹത്തെ സ്ഥാനാരോഹണം നടത്താനുള്ള ചടങ്ങുകളാണ് അല്പസമയത്തിനകം നടക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ 18-ാം പടി കയറ്റി ശ്രീകോവിലേക്ക് എത്തിക്കും. അതിനുശേഷമാണ് ഈ അഭിഷേക ചടങ്ങുകൾ നടക്കുക. ED പ്രസാദ് നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങുകൾ ശ്രീകോവിലിന് മുന്നിലായിരിക്കും നടക്കുന്നത്. ക്ഷേത്രതന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് പുതിയ മേൽശാന്തിക്ക് അഭിഷേകം നടത്തും. മാളികപ്പുറം മേൽശാന്തിയുടെ അഭിഷേകം മാളികപ്പുറം ദേവീക്ഷേത്രത്തിലായിരിക്കും നടക്കുന്നത്. അത്തരത്തിൽ വലിയ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ശബരിമലയിലുണ്ട്. ഇപ്പോൾ തീർത്ഥാടകരെ ഇപ്പോൾ കടത്തി വിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18-ാം പടി കയറി തീർത്ഥാടകർ എത്തുകയാണ്. ഇനി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇന്ന് ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ നടപ്പന്തൽ ഉൾപ്പെടെ വലിയ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. ഉച്ച മുതൽ ഒരു മണിയോടുകൂടി തന്നെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. അയ്യപ്പ ദർശനത്തിനായി മണിക്കൂറുകളായി തീർത്ഥാടകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തീർത്ഥാടകരെ 18-ാം പടി കയറ്റും. അവർ കാത്തു നിന്ന ആ ഒരു നിമിഷം അയ്യപ്പ ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. ആ ഒരു മുഹൂർത്തത്തിന് ആ ഒരു നിമിഷത്തിനായി ഭക്തരും കാത്തു നിൽക്കുന്നു. ഇങ്ങും അയ്യപ്പ മന്ത്രങ്ങൾ ശവരണ വിളികളാൽ മുഖരിതമായി ശബരിമല മാറുന്നു. അത്തരത്തിൽ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. നാളെ വൃശ്ചിക പുലരിയിൽ പുലർച്ചെ 3 മണിക്ക് ED പ്രസാദ് ശബരിമല നട തുറക്കും. നാളെ കൂടുതൽ തീർത്ഥാടകർ ഇന്ന് ആദ്യ ദിവസമാണ്. ഇന്ന് 5 മണിക്കാണ് നട തുറക്കുന്നത്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ദർശനത്തിനായി ഉള്ളത്. പക്ഷേ നാളെ മുതൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും നട അടയ്ക്കുന്നത്. പിന്നീട് 3 മണിക്ക് നട തുറന്നാൽ 11 മണിക്ക് ഹരിവരാസനത്തോടുകൂടി ശബരിമല നട അടയ്ക്കും. അങ്ങനെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് നാളെ മുതൽ ശബരിമലയിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70,000-ഓളം തീർത്ഥാടകർ വരുന്ന ഒരു മാസക്കാലത്തേക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടകം ഒരു ഡിസംബർ ആദ്യ വാരത്തേക്കുള്ള വെർച്വൽ ക്യൂ വഴിയുള്ള എല്ലാ സ്ലോട്ടുകളും ബുക്കായി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർ ശബരിമല ദർശനത്തിനായി സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ആശ്രയിക്കുന്നുണ്ട്. പരമാവധി ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗിനെ ആശ്രയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. രജിത്ത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി ചവിട്ടി തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആദ്യ തീർത്ഥാടകരെ കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴിയിൽ അഗ്നി പകർന്നതോടുകൂടി തന്നെ 18-ാം പടി വഴി തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ നടപ്പന്തലിലും 18-ാം പടിക്ക് മുൻപിലുമായി നിൽപ്പുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണം വിളിച്ചുകൊണ്ട് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. വലിയ ശരണം വിളികളോടെ തീർത്ഥാടകർ 18-ാം പടി കയറി എത്തുന്നു. അങ്ങനെ 18-ാം പടി കയറി എത്തുമ്പോൾ അവിടെ കാണുന്ന വചനം തത്വമസി എന്നതാണ്. അത് ആരെ കാണാനാണോ നീ വരുന്നത് അത് നീ തന്നെയാകുന്നു എന്നുള്ള മഹനീയമായ മഹത് വചനം കണ്ടുകൊണ്ട് അയ്യപ്പ ദർശനം നടത്തി തീർത്ഥാടകർ ശബരിമല ഇറങ്ങുന്നു. അത്തരത്തിൽ വലിയ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഒരു മഹോത്സവത്തിനാണ് ഇപ്പോൾ ഇവിടെ തുടക്കമായിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വരും ദിവസങ്ങളിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വളരെ സുഗമമായ രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ തിരക്കിൽ പെടാത്ത രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. കാരണം സ്ത്രീകളും കുട്ടികൾക്കും വലിയ വരി
നിൽക്കാതെ തന്നെ നടപ്പന്തലിൽ നിന്ന് നേരെ 18-ാം പടി ചവിട്ടാനുള്ള ഒരു അവസരം ഈ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ക്യൂ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഓരോ ഇടങ്ങളിലും ഈ സഹായത്തിനും സേവനത്തിനുമായി പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ ശബരിമലയിലുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഏകോപനത്തോടുകൂടി എല്ലാവരുടെയും സേവനത്തോടു കൂടിയുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിലാണ് ശബരിമല തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വശത്ത് ഉണ്ട്. പക്ഷേ ആ വിവാദങ്ങളൊന്നും തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ബാധിക്കില്ല എന്നതാണ് നമുക്ക് ഈ തിരക്കുകളിൽ നിന്നും ഈ ശരണം വിളികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു മാസം മുമ്പ് തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ പോലും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേതിന് സമാനമായ തിരക്കായിരുന്നു ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നത്. അന്നാണ് ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ തിരികെ കൊണ്ട് സ്ഥാപിച്ച ദിവസം. ആ ദിവസം പോലും വലിയ തിരക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ വിവാദങ്ങളൊന്നും തന്നെ ശബരിമലയെ ബാധിക്കില്ല. മുൻ വർഷങ്ങളിലേതിൽ നിന്നും വലിയ രീതിയിൽ ശബരിമല തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ഭരണസമിതി ആണെങ്കിൽ പോലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതികൾ അവസാനഘട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നിയുക്ത ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തും. അദ്ദേഹം 2 ദിവസം ശബരിമലയിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവലോകനം ഉൾപ്പെടെ ഈ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയതിനു ശേഷമായിരിക്കും ശബരിമലയിൽ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെ കുറ്റമറ്റ രീതിയിൽ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയാക്കാനാണ് ദേവസ്വം ബോർഡും പോലീസും ഉൾപ്പെടെ ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.